ദൈവം ഇസ്രായേലിനെതിരാണ്. അതേ പ്രിയപ്പെട്ട, എന്തുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് വഴി, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് വഴി ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ആത്മീയ ഇസ്രായേൽ ദൈവത്തിന്റെ ശത്രുവായിട്ട് തീരുന്നു. എന്നാൽ എന്താണ്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം അവർക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവർ കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ മാത്രമേ അവർക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. അവർ ക്രൂശിച്ചെങ്കിലേക്ക് അവർ നോക്കുമ്പോൾ മാത്രമേ അവർക്ക് സമാധാനം കണ്ടെത്തുകയുള്ളൂ. യെരുശലേമിന് സമാധാനം വരണമെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരണം. യേശുക്രിസ്തു മടങ്ങി വരണമെങ്കിൽ യഹൂദന്മാര് കുത്യവങ്കിലേക്ക് തിരിയണം. അവർ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചിട്ടല്ലാതെ യേശുക്രിസ്തു മടങ്ങി വരത്തില്ല. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ യെരുശലേം സമാധാനം കൊണ്ട് നിറയും. യെരുശലേം സമാധാനം കൊണ്ട് നിറഞ്ഞാൽ ലോകം സമാധാനത്താൽ നിറയും. യെരുശലേമിനെ ആശ്രയിച്ചാണ് ലോകത്തിന്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും. ആവട്ടെ പ്രിയപ്പെട്ടവരെ, 430 വർഷക്കാലം ഈജിപ്തിൽ അടിമപ്പണിയായിട്ട് കിടന്ന ഈ ജനത്തെ ദൈവം മോശ മുഖാന്തരം വീണ്ടെടുത്ത് കൽപ്പനകളും നിയമങ്ങളും കൊടുത്ത് അവരെ കല്ലിലെഴുതിയ നിയമപ്രകാരം ന്യായപ്രമാണം കൊടുത്തുകൊണ്ട് അവരെ കാനാൻ ദേശത്ത് താമസിപ്പിച്ചു. അവരോ ദൈവത്തെ കൂട്ടാക്കിയില്ല. അവരോരോരുത്തരും താന്താന്റെ വഴികളിലേക്ക് കടന്നുപോയി. അവരെല്ലാവരും നാശോന്മുഖമായിട്ട് തീർന്നു. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും വലുതും ഭയങ്കരമായിരിക്കുന്ന ഒരു ന്യായവിധി നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതാ യേശുക്രിസ്തുവിനെ, തന്റെ ഏകജാതനായ പുത്രനെ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചു. അവരവനെ തള്ളിക്കളഞ്ഞത് വഴി രക്ഷ നമ്മളിലേക്ക് തിരിഞ്ഞു. നമ്മൾ യഹൂദന്മാരാണെന്ന് പറയുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വചനം അറിയാവുന്നവരുടെ മുമ്പിൽ നിങ്ങൾ പരിഹാസികളാണ്. എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞു തന്നെ, യഹൂദന്മാരെ പറ്റിയുള്ള ചരിത്രം അവർ യേശുക്രിസ്തുവിനെ കൊന്നവരുടെ മക്കളെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ലജ്ജാകരമാണ്, വിട്ടുകളയണമെന്നാണ് ദൈവം കൽപ്പിക്കുന്നത്.